ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും YAB വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ജർമ്മനിയിലെ കൊളോഗ്നെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് പോയാലോ? കൊളോൺ പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഒരു പ്രധാന ചരിത്ര നഗരമാണ്. അതിൻ്റെ 2000 വർഷത്തെ ചരിത്രം, സാംസ്കാരിക പ്രാധാന്യം, യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കൊളോൺ കത്തീഡ്രൽ പോലുള്ള ലാൻഡ് മാർക്കുകൾ എന്നിവയാൽ അറിയപ്പെടുന്നു. ജർമ്മനിയിലെ 4ാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു നഗരം കൂടിയാണിത്. BC 38 സ്ഥാപിതമായ കൊളോഗ്നെ ദീർഘവും സമ്പന്നവുമായ ഒരു ചരിത്രമുണ്ട്. അതിൽ റോമൻ ഉത്ഭവം, തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ മധ്യകാല പ്രാധാന്യം, 2ാം ലോക മഹായുദ്ധകാലത്തെ നാശനഷ്ടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നഗരം ഗണ്യമായ പുനർനിർമ്മാണത്തിന് വിധേയമായി. വടക്കു പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഒരു സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രമായി വികസിച്ചു. ഇപ്പോൾ ഉയർന്ന സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ആധുനിക സമ്പദ് വ്യവസ്ഥയുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവും ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ലാൻഡ്മാർക്കുകളിൽ ഒന്നുമായ ഈ ഗംഭീര ഗോത്തിക് കത്തീഡ്രൽ അതിൻ്റെ ഇരട്ട ഗോപുരങ്ങൾക്കും 3 രാജാക്കന്മാരുടെ ദേവാലയത്തിനും പേരുകേട്ടതാണ്. ഇത് നഗരത്തിൻ്റെ ആകാശരേഖയുടെ പ്രതീകമായി മാറുന്നു. ഈ കത്തീഡ്രൽ പൂർത്തിയാകാൻ 600 വർഷത്തിലധികം എടുത്തു. 1248 മുതൽ 1880 വരെ ഈ നിർമ്മാണം നീണ്ടുനിന്നു. അമേരിക്കൻ സ്വാധീനം കാരണം ജർമ്മനിയിൽ ഒക്ടോബർ 31 ഹലോവീൻ ആഘോഷിക്കപ്പെടുന്നു. ക്ലബ്ബുകൾ, ബാറുകൾ അല്ലെങ്കിൽ സ്വകാര്യ വീടുകളിൽ പലപ്പോഴും നടക്കുന്ന കോസ്റ്റ്യൂം പാർട്ടികളിൽ പലരും പങ്കെടുക്കുന്നു. US ട്രെൻഡുകൾക്ക് അനുസൃതമായി ഭയപ്പെടുത്തുന്നതും രസകരവുമായ വസ്ത്രങ്ങൾ ജനപ്രിയമാണ്. മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ മത്തങ്ങകൾ, ഭയപ്പെടുത്തുന്ന അലങ്കാരങ്ങൾ, മധുര പലഹാരങ്ങൾ എന്നിവ സാധാരണമാണ്. ഓൾ സെയിൻറ് ഡേ നവംബർ 1 ഓൾ സെയിൻറ് ഡേ ആണ്. ഇത് ചില ജർമ്മൻ സംസ്ഥാനങ്ങളിൽ ഒരു പൊതു അവധിയാണ്. ഇത് ചില ആളുകളെ ഹലോവീൻ പ്രവർത്തനങ്ങളുമായി അവരുടെ വാരാന്ത്യം നീട്ടാൻ പ്രേരിപ്പിക്കുന്നു. ജർമ്മനിയിലെ നഗരമായ കൊളോഗനെയും കൊളോഗൻ കത്തീഡ്രലിനെയും കുറിച്ചുള്ള വിശേഷങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.